അമ്മ 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 ദേ ഒരു പിച്ചക്കാരി വന്ന് ഇന്ന് കരയുന്നു. പിച്ചക്കാരി നിന്റെ കുഞ്ഞമ്മ, കുട്ടി പിശാചേ. അമ്മ കേറുന്നു തൊള്ളോർക്കാടി. ഞാൻ അതാ വരുന്നു. എവിടെ ആയിരുന്നേ ഇത്രയും നേരം? ഓ, നിന്ന് കാറാതെ വല്ലതും തിന്നാന്താ തള്ളേ? എനിക്ക് വിശക്കണു. നിന്റെ തള്ളവിളി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാവിടെ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. ഓ ശരി രാജാവേ, ഇപ്പൊ എനിക്ക് വല്ലതും തിന്നാതാ, വിശക്കണു. നീ കല്ലുകൊത്താൻ പോയതൊന്നല്ലല്ലോ ഇതിന് മാത്രം വിശക്കാൻ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ പഠിച്ച് ക്ഷീണിച്ച് വരുവാ. നീ ഇന്ന് തള്ളി മറിക്കാൻ പോയി കുളിച്ചിട്ട് വാടി. വല്ലതും തിന്നാതാ, നിന്നിട്ട് കുളിക്കാം. കുളിക്കാതെ ഈ പടി ചവിട്ടിയ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. അമ്മേ, നീ ഇന്ന് ചിണുങ്ങാ പോയി കുളിച്ചിട്ട് വാടി. എനിക്ക് വയ്യ അമ്മേ, വല്ലതും തിന്നാതാ, എന്നിട്ട് കുളിക്കാം. എന്നാ 2 ഉണ്ണിയപ്പം തരാം, അത് തിന്നിട്ട് മര്യാദക്ക് പോയി കുളിച്ചോണം. ഉണ്ണിയപ്പെങ്കിൽ ഉണ്ണിയപ്പം താ. കോടയിൽ കഴിഞ്ഞ് മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ആ ഈ ഞാനാരാവുന്നല്ലേ എന്നാ കേട്ടോ, ഞാൻ വൈശാലി, അച്ഛൻ ശാലിന്ന് വിളിക്കും. അത് കേട്ട അമ്മേ, ഇപ്പൊ ഇവിടുന്ന് യാതൊരു ദയവില്ലാതെ എന്നെ പട്ടിണിക്കിട്ട് പോയ ആള് എൻ്റെ അമ്മ പത്മ. കൂടെ നിന്ന് എനിക്ക് കട്ടപ്പണിയിരുന്ന മുതൽ എൻ്റെ ഏക അനിയൻ കുട്ടൂസ് എന്ന വൈശാഖ്. ഉണ്ണിയപ്പം കാണില്ലല്ലോ ഈശ്വരന്മാരെ. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോയതാണോ? അമ്മ ഇന്നാ പെണ്ണെ കിടന്ന് ഒച്ച വെക്കാതെ. എന്റെ സാറേ, ഇതിന്റെ സ്മെല്ലിങ് അടിച്ചാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂലല്ലോ. വിശപ്പിന്റെ അസ്കിത ഉള്ളതുകൊണ്ടാണേ. എന്റെ ഉണ്ണിയപ്പം ഡാച്ചേക്കാ മര്യാദ തന്നേ, അല്ലെ നിന്നെ കാര്യമാരി തറയിലടിച്ച് പേസ്റ്റാക്കി ബ്രെഡിന് കൂട്ടി തട്ടും ഞാൻ. പിന്നെ ഇങ്ങ ഞാൻ നിന്ന് തരാം നിനക്ക് തല്ലാൻ. ഇവനെ ഞാനിന്ന് നിന്നെ ഞാനിന്ന് കൊല്ലുവടാ. അമ്മേ, ചേച്ചി എന്നെ തല്ലാൻ വരുന്നു. അമ്മേ, ഇവൻ എന്റെ ഉണ്ണിയപ്പം എടുത്തു. അമ്മേ, എടാ അധിക തരാനാ പറഞ്ഞേ. പൊടി നീ പൊട പട്ടി. അമ്മേ, ചേച്ചി തെറി വിളിക്കണു. ഓഹോ, അമ്മയുടെ അടുത്തും തല്ലു വാങ്ങി തരാനുള്ള സൈക്കിൾ ഓടിക്കൽ മൂവ്മെന്റ്. വല്ലാണ്ട് അങ്ങ് സൈക്കിൾ ഓടിക്കല അനിയാ. അമ്മേ 11 അവന്റെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തു. അതിനാണ് മോങ്ങുന്നത്. ഇതും കൂടി പോയി പറഞ്ഞു കൊടുക്കണം തെണ്ടി. മാനീശനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതേതായി കുരുത്തം കിട്ട പെണ്ണ്. ഉറക്കം നഷ്ടപ്പെട്ട മാധവ് അമർഷത്തോടെ എണീറ്റ് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇത് എവിടുന്ന ഒരു അപസരം? ഇനി വല്ല അശരീരിയുമാണോ? ഏയ് അശരീരിയല്ല, ഇതേതോ അലവരാതിയാ. ഏതാണോ ഇംഗ്ലീഷ് ഭൂതം? ഞാൻ തിരിഞ്ഞെന്ന് കുട്ടൂസിന് ഇതാരാന്ന് കണ്ണു കാണിച്ചു. അവൻ അറിയില്ലെന്ന് ചുമലുകൂച്ചി കാണിച്ചു. കണ്ടിട്ടൊരു വിദേശി ലുക്കൊക്കെ ഉണ്ട്. ഇനി വല്ല അമേരിക്കക്കും പോണ പ്ലെയിനിൽ നിന്നെങ്ങാനും കൊഴിഞ്ഞു പോയതാണോ ഈശ്വര? ഇയാളിത് മനുഷ്യനെ നോക്കി ചുട്ടെടുക്കുമല്ലോ. ഐ ആം ടെല്ലിങ് ടു യു. ഇയാളിത് എന്തോന്നിത്? ഐ ആം ഫൈൻ താങ്ക് യു. അല്ല പിന്നെ നമ്മളോടെ കളി. ഉഫ് ഷിറ്റ്. നമ്മളെ ഇംഗ്ലീഷുകാരനാണ്, പുള്ളിയിൽ നിന്ന് കത്തുവാണ്. ചേച്ചി, ഇയാള് സുരേഷ് ഗോപിന്റെ കുടുംബക്കാരനാണ് തോന്നുന്നു. മോനെ കുട്ടൂസേ, ആകാശത്തിലൂടെ പോണ പണി പ്ലെയിനിന്റെ മുകളിൽ ഏണി വെച്ച് കയറി മേടിക്കലടാ വാവേ. എനിക്കൊന്ന് ഉറങ്ങണം. ഈ മരഭൂത്തിന് മലയാളം അറിയാവോ? എന്നിട്ടാണോ ഇത്രയും നേരം ഇവിടെ നിന്ന് പട്ടി ഷോ കാണിച്ച്? ചോദിക്കുമ്പോ എടുത്തുതരാൻ ഈ പറഞ്ഞ സാധനം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനും വിട്ടുകൊടുത്തില്ല. അല്ലേ പിന്നെ. അതിന് താൻ സീവീടിന്റെ ശബ്ദം വെച്ച് ഇവിടെ കിടന്ന് കാറി കൂവിയാ ഉറങ്ങാൻ പറ്റില്ല. അതിന് ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ല ശബ്ദം ഉണ്ടാക്കുന്നത്. ഇയാൾ ഉറങ്ങുന്നത് എന്റെ വീട്ടിലൊന്നല്ലല്ലോ മാഷേ. എന്നെ കയറി മാഷേന്ന് വിളിക്കാൻ ഞാൻ നിന്നെ ഏത് ക്ലാസ്സിലാടി പോലെ പഠിപ്പിച്ചത്? ഓ സോറി മിസ്റ്റർ. ഇയാളുടെ പേരെന്താ? മാധവ് പൂജാരി. അയ്യോ, പൂജാരി ആയിരുന്നോ ദൈവമേ? ഇത്രയും നേരം ഞാൻ കിടന്ന് ഡയലോഗ് അടിച്ച പൂജാരിയോടായിരുന്നോ? ദൈവകോപം കിട്ടുവോ എന്തോ. ആഹാ, പൂജാരി ആയിരുന്നോ? ഏതാമ്പലത്തിലേതാ? ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചു. അങ്ങേരെ എന്നെ ഒന്ന് കലിപ്പിച്ച് നോക്കി. എന്തോ പിറുപിറുത്തോണ്ട് ചവിട്ടി കുലുക്കി അങ്ങ് കേറിപ്പോയി. ഇയാളിതിപ്പോ ചവിട്ടി പൊളിക്കോ? എന്തോ ഉച്ചത്തിൽ വിളിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷിലായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും മനസ്സിലായില്ല. മിക്കവാറും എൻ്റെ അച്ഛനെ സ്മരിക്കായിരിക്കും. പൂജാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പക്ഷെ അപാര ലുക്ക മുതലിന്. ഏത് അമ്പലത്തിലെയാണോ എന്തോ. അവിടുത്തെ പെമ്പിളുടെയൊക്കെ ഒരു ഭാഗ്യം. അമ്മേ, എന്താടി? അതാണ് നമ്മുടെ വീട്ടിലൊരു ചെക്കൻ. അമ്മ എന്നെ ചുഴിഞ്ഞു നോക്കി. അല്ല, ഒരേട്ടൻ. നമ്മൾ പെട്ടെന്ന് റൂട്ട് മാറ്റി. കഞ്ഞി കുടിച്ച് പോവേണ്ടതാണേ. കുളിക്കാത്തോണ്ട് പുറത്തുനിന്ന് തല പരമാവധി വലിച്ചു നീട്ടി അകത്തോട്ടിട്ടുകൊണ്ടാണ് നമ്മുടെ നിൽപ്പ്. അടി കൊള്ളാൻ വയ്യ, അതാണ്. അല്ലാണ്ട് പേടിച്ചിട്ടല്ല. പുതിയ വാടകക്കാരാ. ഓ, അപ്പൊ ഇതാണ് അച്ഛൻ പറഞ്ഞ ടീംസ്. അത് ഞങ്ങളുടെ വീട് തന്നെയാണ്. മക്കള് 2 പേരും എന്നും കൂടെ തന്നെ ഉണ്ടാവാൻ അച്ഛൻ പണിത വീട്. ഇപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തൽക്കാലം വാടക കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞാനും കുട്ടൂസും അമ്മമ്മയുടെ കൂടെ ആയിരുന്നു. അതാണ് ഇവരുടെ എൻട്രി കാണാൻ പറ്റാഞ്ഞത്.
എന്തേടി ഒരാലോചന? ഒന്നുമില്ലമ്മ, എന്തായാലും പുള്ളി പൂജാരിയാ. പൂജാരിയോ? ആ, ആര് പറഞ്ഞു നിന്നോട്? അയാള് പറഞ്ഞോ നിന്നോട് അയാള് പൂജാരിയാന്ന്? പൂജാരിയെന്ന് പറഞ്ഞില്ല, പക്ഷെ പേര് പറഞ്ഞു, മാധവ് പൂജാരി എന്ന്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പൊട്ടി. എടി അതയാളുടെ പേരാ. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അച്ഛന്റെ പേരെന്താ? മാധവൻ നായർ. അത് അച്ഛൻ നായരായോണ്ടല്ലേ. പേരിന്റെ കൂടെ നായര് വാര്യർ എന്നൊക്കെ ഉള്ളവര് നായന്മാരും നമ്പ്യാരൊക്കെയല്ലേ. അപ്പൊ ഇയാള് പൂജാരിയല്ലേ? എന്റെ ശാരി, നീ എത്രയിലാ പഠിക്കണത്? ഡിഗ്രി. അതിന്റെ വിവേകബുദ്ധികളും കാണിക്ക്. എന്റെ കൃഷ്ണ, ഇങ്ങനെ ഒരു പൊട്ടി. ഇവളെങ്ങനെ ഡിഗ്രി വരെയൊക്കെ എത്തിയെന്നാ? നിന്ന് കുനിഷ്ട് പറയാ പോയി കുടിക്കടി. ഇയാളിനി പൂജാരിയല്ലേ? കൊടുത്ത റെസ്പെക്ട് വെറുതെ ആവോ ഈശ്വര? പൂജാരിയാണേലും അല്ലെങ്കിലും കുറച്ച് അഹങ്കാരി ആള്. ഡാ പട്ടി, എണീക്കടാ. ചേച്ചി നിന്ന് ചെടുക്കാ, എണീക്കിയേക്കാം. ചേച്ചി കുറച്ചേരം കൂടി കിടക്കട്ടെ. എന്താ? ഹാപ്പി ബർത്ത്ഡേ. ഡാ മോയന്റെ നിന്റെ പിറന്നാളാ. എണീറ്റ് പോയി കുളിക്ക്, അമ്പലത്തിൽ പോവാനുള്ളതാ. ഈശ്വര, ഇന്ന് കുശാല. പിറന്നാളായതുകൊണ്ട് പായസം വെക്കും, ഉച്ചക്ക് ബിരിയാണി ആവും. ആഹാ, അന്തസ്. ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇന്ന് ഞാൻ തിന്ന് മരിക്കും. തിങ്കളാഴ്ച ഹർത്താൽ വന്ന പ്രതീതിയാണ് ഇവിടെ ഇന്ന്. കാരണം ഇവിടെ അച്ഛനും അമ്മക്കും വെജിറ്റേറിയനാണ് ഇഷ്ടം. നോൺ വെജ് വല്ലപ്പോഴും മാത്രമാണ് വാങ്ങിക്കുന്നത്. അമ്പലത്തിൽ നടന്നു പോയതുകൊണ്ടാവണം വല്ലാത്ത വിശപ്പ്. അമ്മേ, ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുക? ഞാനിന്ന് വിശന്ന് ചാവൂല ഈശ്വര. അമ്മേ! അമ്മ ആരോടോ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേതാ പുതിയ കക്ഷി? ചിലപ്പോ പൂജാരിയുടെ അമ്മയാവും. എന്തായാലും ശല്യപ്പെടുത്താൻ പോണ്ട. ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തി എടുക്കുമായിരിക്കും. കിട്ടിയ നമുക്ക് ഉപകാരമുള്ള കേസാ. ശാലി, ആ എന്താ അമ്മേ? നീ ഇത് കൊണ്ടുപോയിട്ട് ആ സുമാൻറ്റിക്ക് കൊടുക്ക്. ആർക്ക്? നിന്റെ പൂജാരിയുടെ അമ്മക്ക് കൊണ്ടു കൊടുക്കാൻ. എന്റെ പൂജാരിയോ? നീ ഇന്ന് ഡയലോഗ് അടിക്കാൻ കൊണ്ടുകൊടുക്കടി. ഇതെന്താ? അത് കുറച്ച് പായസ. ഓ, അപ്പൊ അവിടം വരെയായി കാര്യങ്ങള്. പായസവും കൊണ്ട് അവിടെ എത്തി ആന്റിയെ കുറെ വിളിച്ചു. ഒരു പൂച്ചക്കുഞ്ഞു പോലും പ്രതികരിക്കുന്നില്ല. ഇനി ഇവിടെ ആരും ഇല്ലേ? രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി. ആരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആന്റിയാവും. പോലീസ്! ഞാൻ തിരിഞ്ഞോടാൻ നിൽക്കുമ്പോഴാണ് ഈ മുഖം പണ്ടെങ്ങോ കണ്ടില്ലേ എന്നൊരു സംശയം. തിരിഞ്ഞു നോക്കിയതേ ഓർമ്മയുള്ളൂ. എന്റെ സകല കിളികളും നാട് വിട്ടുപോയി. ദേ നമ്മുടെ പൂജാരി പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നു. മൂർഖം പാമ്പിനെ അതിന്റെ കൂട്ടിൽ കയറി ചെന്ന് ഈ കിളിയാക്കി പുറത്തിട്ടൊരു ഫീലിംഗ്. ഭൂമി പിളർന്ന് താഴെ മാവേലിക്ക് കൂട്ടുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് തിരിച്ചു വന്ന് എന്നെ നോക്കി കൊഞ്ഞനും കുത്തി. സംഭവം ആളൊരു ചെറിയ ദുൽഖർ സൽമാനാ. നടന്നു വരുന്ന കാണാൻ ഒരു ആനച്ചന്തൊക്കെയുണ്ട്. പക്ഷെ ഈ ആന മിക്കവാറും തന്നെ ചവിട്ടി കൊല്ലും. കയ്യിൽ പായസമുള്ളതുകൊണ്ട് തിരിഞ്ഞോടാനും വയ്യ. മരണം ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന പോരായിട്ടാണോ നിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ആന അലറലോടലറ്. ഞാൻ എന്റെ നാവിനെ കഷ്ടപ്പെട്ട് പിടിച്ച് കെട്ടിയിട്ടു. ഇപ്പൊ വല്ലതും പറഞ്ഞ ഈ ആനനെ ചവിട്ടി അരച്ച് പേസ്റ്റ് ആക്കും. നിന്റെ നാവെന്താടി, കാശിക്ക് പോയോ? ഞാൻ മുഖം വീർപ്പിച്ച് നിന്നതേയുള്ളൂ. എന്തോ പറയാൻ വന്ന പുള്ളി പെട്ടെന്ന് മുഖത്ത് ചിരി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു എന്റെ തന്തപ്പി. അവര് വന്നു കയറിയില്ല, അതിനു മുമ്പേ നീ അവിടെ കയറി പറ്റിയോ? എന്നോടാണ്. ഈ അച്ഛനും തന്നെ നാണം കെടുത്തു. ഞാൻ അച്ഛനെ നോക്കി വിളിച്ചു കാണിച്ചു. ഞാൻ പോട്ടേടി വാവേ. എന്നോടും പൂജാരിയോടും യാത്ര പറഞ്ഞ് അച്ഛൻ കാറിൽ കയറിപ്പോയി. പൂജാരി വഴക്ക് പറച്ചിലിന്റെ അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോകുമ്പോഴാണ് അകത്തുനിന്നൊരു മനുഷ്യൻ നടന്നു വന്ന്. പൂജാരിയുടെ ഓണറായിരിക്കും മിക്കവാറും. ഇതാരാടാ എന്നെ പുള്ളിക്ക് മനസ്സിലായില്ല. പൂജാരി എന്നെ പുച്ഛത്തോടെ ചുഴിഞ്ഞു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാനാരാ മോള് ഇടിച്ചു കയറി പരിചയപ്പെട്ടു. ഞാൻ ആ വീട്ടിലെയാ. ഞാൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആ, സുമ മുകളിലാ, തുണി വിരിച്ചിടുക. ഞാൻ വിളിക്കാം, മോള് കയറി വാ. സുമേ, സുമേ എന്നും പറഞ്ഞ് അങ്കിൾ പൂജാരിയുടെ ബൈക്കിൽ കയറിപ്പോയി. ഇയാൾക്ക് ജീപ്പൊന്നുമില്ലേ? ഇനി പോലീസ് തന്നെ അല്ലേ? വല്ല നാടക്കാരനാണോ ഈശ്വര? ദൈവമേ, കൊടുത്ത റെസ്പെക്ട് വെറുതെ ആവുമോ? ആന്റി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ നോട്ടം കണ്ടാൽ അറിയാം പുള്ളിക്കാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു. ഞാൻ ആ വീട്ടിലെയാ, പായസം തരാൻ വന്നതാ. ആ, രാവിലെ പത്മ പറഞ്ഞായിരുന്നു ഇന്ന് മോന്റെ പിറന്നാളാണെന്ന്. മോളിരിക്കെ. ഞാനും ആന്റിയും പെട്ടെന്ന് കൂട്ടായി. സംസാരത്തിൽ നിന്ന് മനസ്സിലായി പൂജാരി പുള്ളിക്കാരിയുടെ ഒരൊറ്റ മോനാണെന്ന്.
പുള്ളിക്കാരൻ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പുള്ളിയുടെ ആദ്യ പോസ്റ്റാണ് ഇവിടെ. ഇവർക്ക് നാട്ടിൽ വേറെ വീടൊക്കെ ഉണ്ട്. മോനെ ഒറ്റയ്ക്ക് വിടാൻ മടിയായതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് ഇങ്ങ് പോകുന്നത്. ആൻറ്റി സ്കൂൾ ടീച്ചറായിരുന്നു. അങ്കിളും ഇപ്പോൾ രണ്ടുപേരും റിട്ടയർഡാണ്. ഈ തലതിരിഞ്ഞ ജന്തു കുറച്ച് ലേറ്റായിട്ടുണ്ടായ സന്തതിയാണ്. ഞങ്ങൾ കുറേ നേരം കത്തിവെച്ചിരുന്നു. ആ ഫാമിലിയുടെ ജാതകം വരെ ഞാൻ ആ സമയം കൊണ്ട് കൈക്കലാക്കി. ആൻറ്റി എനിക്ക് ലഡുവൊക്കെ തന്നു. അതൊക്കെ വയറ്റിലാക്കി ഞാൻ പതിയെ സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നു. കേക്ക് കട്ട് ചെയ്യാൻ അങ്കിളും ആൻറ്റിയും വന്നിരുന്നു. കേക്കൊക്കെ തിന്ന് ഭക്ഷണമൊക്കെ കുത്തിക്കേറ്റി ഞാൻ പോയി സുഖമായി കിടന്നുറങ്ങി. ഇന്നും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ വൈകുന്നേരമെല്ലാം ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ബോറടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോളിൽ പൂജാരിയുടെ റൂമിൽ കുറെ ബുക്കുണ്ട്, മോള് പോയി വായിച്ചു എന്ന് പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് ഞാൻ ഓടി മോളിൽ കയറി. ബുക്ക് പണ്ടേ നമ്മുടെ വീക്ക്നെസ്സാണ്. ഉഫ്, റൂമൊക്കെ കാണണം. എന്നാ വൃത്തിയാ. ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷെൽഫ് നിറയെ ബുക്ക് നോക്കുന്നതിനിടയിലാണ് അവിടെ വെച്ച് യൂണിഫോം കണ്ണിൽപ്പെടുന്നത്. അതെടുത്ത് വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം, എന്നാ പിന്നെ ഒന്ന് ഇട്ട് നോക്കാം. യൂണിഫോമൊക്കെ ഇട്ട് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകീന്നൊരലർച്ച. ദൈവമേ പൂജാരി, എന്റെ കാര്യത്തിൽ ഇതൊരു തീരുമാനമായി.